نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരാകാൻ സദാ ശ്രദ്ധിച്ചുകൊണ്ട് വിശുദ്ധമായ തഖ്വയിലധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കുക എന്നത് വിശ്വാസികളായ എല്ലാവരുടെയും ബാധ്യതയായി ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഒരു തിന്മ കണ്ടാൽ ഒരാൾക്ക് കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ അത് കൈകൊണ്ട് തടയണം എന്നത് നമുക്കറിയാം. അതിനും പറ്റാത്ത അവസ്ഥയിലാണ് എങ്കിൽ നമ്മൾക്ക് സ്വാധീനവും അധികാരവും ഒക്കെ ആ നിലക്കില്ലാത്ത അങ്ങനെ കൈകൊണ്ട് തടയാൻ പറ്റാത്ത രീതിയിലുള്ളവരാണെങ്കിൽ നമ്മളത് അവരോട് നാവുകൊണ്ട് നമ്മളത് പറയണമെന്ന്. അതിനും സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടോ, നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും അതിനോടൊരു വിരക്തിയും ആ ഒരു രീതിയും ഉണ്ടാകണം. അത് ഈമാന്റെ ഏറ്റവും അവസാന ഭാഗം. ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് തെറ്റുകളും തിന്മകളും വ്യാപിച്ചു വരുമ്പോൾ അവിടെ നേരായ പാത പറഞ്ഞു തരേണ്ട പണ്ഡിതന്മാരും അതേപോലെ മനസ്സിലാക്കിയ നമ്മളുമൊക്കെ അത് പറയേണ്ടോടത്ത് പറയേണ്ട രീതിയിൽ പറയാൻ സാധ്യമല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ പറഞ്ഞാൽ എന്തോ എനിക്കതൊരു പ്രയാസമാകുമോ
എന്നെ വേറൊരു കണ്ണോട് കാണുമോ എന്നൊക്കെ ഒരു ചിന്ത ധാരാളമായി വർദ്ധിച്ചു വരിക. ഒന്ന് ചിരിച്ചാൽ നമുക്കെന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ചിരിക്കാൻ റെഡിയാണ് ആളുകൾ. ഒന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ സംസാരിക്കാൻ റെഡിയാണ്. അതൊന്നുമില്ലെങ്കിൽ അവനാന്റെ മൊബൈലിൽ നോക്കി താഴോട്ട് നോക്കി ഒരു നെവർ മൈൻഡ് ആയിട്ടുള്ളൊരവസ്ഥ ഇന്ന് മിക്കവരിലും കണ്ടുവരുന്നു. ഇതിൻ്റെയൊക്കെ പ്രതിസന്ധി ഏറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് അവിതർക്കിതമായൊരു കാര്യമാണ്. ഇസ്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഓരോന്നും അതിമനോഹരമായി അജയ്യമായി ആരെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇന്നിൻ്റെ മീഡിയയും മറ്റുമൊക്കെ ചിത്രീകരിച്ച് ഇസ്ലാമിനെ വികൃതമാക്കുമ്പോൾ ഒരു പർദ്ദയിട്ടാൽ അത് ഒരു ഭീകരവാദ ചിന്തയാണ് എന്ന് വരുമ്പോൾ, അങ്ങനെ പർദ്ദയായാലും താടിയായാലും ഒരു മുസ്ലിം ഒരു താടി വെച്ചാൽ അത് വേറെ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയും മീഡിയ തന്നെ അങ്ങനെ സിനിമയിലും സീരിയലിലുമൊക്കെ ഒരു മുസ്ലിമിനെ ചിത്രീകരിക്കുമ്പോൾ അത് പലപ്പോഴും ഒരു വേറെ രൂപത്തിലും, എന്തിനേറെ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു സ്ത്രീയെ കൊണ്ടുപോകും വരെ ഒരു പർദ്ദയിട്ട്, ഒരു കറുത്ത പർദ്ദയിട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു തീവ്രവാദവും ഭീകരവാദവുമായി മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളുകളായി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ആ നിലക്ക് ചിന്തിക്കുന്ന ഒരവസ്ഥ ഇന്ന് വല്ലാതെ ഊടി എന്നത് വാസ്തവമാണ്. എന്നാൽ ഇതേ ഒരു താടിയും ഒരു ദോഹയും ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ഒരു പർദ്ദയും മഫ്തിയിട്ടാൽ അത് സ്നേഹത്തിന്റെ പ്രതീകം, മാലാക എന്നൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മീഡിയ ചിത്രീകരിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ ഓരോ സന്ദർഭം വരുമ്പോൾ അതൊക്കെ പറയേണ്ട, നമ്മളത് പറയാതെ പോകുമ്പോണ്ടാകുന്നൊരു ഭയാനകത, ആ തെറ്റിനെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ, അതെ നമ്മളെ കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇന്ന് നോക്കൂ നിങ്ങൾ, അവിടെയൊക്കെ പല കുട്ടികളും നല്ല രീതിയിൽ നടക്കുന്ന കുട്ടികളുണ്ട്. ഇത്രത്തോളം ഇതൊക്കെ ദീനിയായി ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കിടയിൽ അതിജയിച്ച് മുന്നേറുന്ന ധാരാളം മക്കളുണ്ട്. അതെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി വരുന്ന നെരിയാണിക്ക് മുകളിലേക്ക് പാൻ്റ് കൊടുത്ത ധാരാളം പഠിക്കുന്ന കുട്ടികളും ഡോക്ടേഴ്സും ഓരോ സ്ഥാപനത്തിലും, അതേപോലെ പർദ്ദയിട്ട് ഇറങ്ങി വരുന്ന മക്കൾ, പർദ്ദയും ആ കോട്ടിട്ട് ഇറങ്ങി വരുന്ന മെഡിസിനും എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, എന്തിനേറെ അറബിക് കോളേജിൽ നിന്നാണോ ഇവർ വരുന്നത് എന്ന് ചോദിക്കുമാർ ആ നിലക്കൊക്കെ എല്ലാം സഹിച്ച് നേരായ പാതയിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഇത് പറയേണ്ട രംഗത്ത് പറയാതിരിക്കുന്ന, അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സന്ദർഭം വരുമ്പം അവിടെയൊക്കെ പറയാതിരിക്കുന്നവർ ധാരാളമാകുമ്പം നമ്മൾ ആ വിഷയത്തിൽ ഏറെ ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആന്റെ ഓരോന്നും, വിശുദ്ധ ഖുർആൻ 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഏത് കാര്യം എടുത്താൽ അത് നിത്യനൂതനമായി നമുക്ക് കാണാൻ സാധ്യമാണ്. ഈ അടുത്താണല്ലോ ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട് മഹാവിസ്ഫോടനം, അതായത് ഈ ആകാശവും ഭൂമിയും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണെന്നും അത് പൊട്ടിത്തെറിച്ച് വേർപെട്ടു പോയതാണെന്നും, അങ്ങനെ വലിയൊരു എനർജി, ഒരു ഊർജം, ഒരു പൊട്ടിത്തെറിയുണ്ടായി, അങ്ങനെയാണ് ഈ ആകാശം മുകളിലോട്ട് പോയത് എന്ന് ഇന്ന് കുട്ടികൾ പഠിക്കുമ്പം, സ്റ്റീഫൻ ഹോക്കി അത് കണ്ടെത്തി, അത് പഠിക്കുമ്പം ആ കണ്ടെത്തിയ ആ സയന്റിസ്റ്റ് ആരായി?
ഏറ്റവും വലിയ സയന്റിസ്റ്റ്, ബുദ്ധിജീവിയായി. ന്യൂട്ടൻ ആപ്പിൾ താഴോട്ട് വന്നപ്പം ആ ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയപ്പം ആ കണ്ടെത്തിയ ആള് ഏറ്റവും വലിയ സയന്റിസ്റ്റായി. എന്നാൽ ഇത് ഉണ്ടാക്കി വെച്ച ഒരാൾ, ഇതിങ്ങനെ ഈ ആകാശവുമായും പൊട്ടിത്തെറിപ്പിച്ച ഒരാൾ, ആ ശക്തി, ആ പടച്ചോനെ പറ്റിയൊരു വാക്ക് നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇതൊക്കെ ഈ അടുത്ത് തെളിയിച്ചതാണെങ്കിൽ അവലം യറല്ലദീന കഫറു, സത്യനിഷേധികൾ മനസ്സിലാക്കുന്നില്ലേ? ഖുർആന്റെ ഒരു വല്ലാത്ത ചോദ്യം. അതെ, ഇതൊക്കെ തെളിയിക്കുന്നവർ അവരാരായിരിക്കും? അവരെക്കുറിച്ച് ഖുർആൻ പറയണം, അവരൊക്കെ നിഷേധികൾ. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പഠിപ്പിച്ചവർ, ഇതൊക്കെ പഠിച്ചവർ, അവര് മനസ്സിലാക്കുന്നില്ലേ? അന്നസ്സമാവാതി വൽ അർള, ഈ ആകാശങ്ങളും ഭൂമിയും കാനത്താറത്തുഖൻ, അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ഒട്ടിച്ചേർന്ന്, അതിങ്ങനെ ശരിക്ക് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. നാം അതിനെ വേർപ്പെടുത്തുകയാണ് ഉണ്ടായത്. സകല വസ്തുക്കളെയും നാം വെള്ളത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? വല്ലാത്തൊരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലെ 30-ാമത്തെ ആയത്തിലൂടെ സ്പഷ്ടമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണെന്ന്. അത്രയും കൃത്യമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അതെ, ഇതൊക്കെ കണ്ടെത്തിയവർ വലിയ ആളുകളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച പടച്ചോനെ പറ്റിയൊരു വാക്ക് മിണ്ടാതെയുമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവിടെയാണ് ഓരോന്നിനെക്കുറിച്ചും നമ്മുടെ ബാധ്യത വർദ്ധിച്ചു വരുന്നത്. അതെ, കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വർദ്ധിച്ചു വരുന്നത്. വിശുദ്ധ ഖുർആൻ ഓരോന്നും നമുക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ തൊലികളൊക്കെ കരിഞ്ഞു പോകുമ്പോൾ അവിടെ നരകാഗ്നിന്ന് വീണ്ടും തൊലി നൽകും. അത് നിങ്ങൾക്ക് വേദന അനുഭവിക്കാനാണ്. ഇല്ലദിന കഫറു ബി ആയാതിനാ സൗഫ നുസ്ലിഹിം നാറ, നമ്മുടെ തെളിവുകളെ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പം ബദ്ദൽനാ ജുലുദും ഗൈറ ജുലുദിൻ, തൊലിക്ക് പകരം വീണ്ടും തൊലി നൽകിക്കൊണ്ടേയിരിക്കും. ലിയദൂഖുൽ അദാബ്, അവർക്ക് വേദന അനുഭവിക്കാൻ, ശിക്ഷ ആസ്വദിക്കാൻ എന്ന് ഖുർആൻ പറഞ്ഞു വരുമ്പോൾ, അതെ, ഇത് തെളിയിച്ച ഡോക്ടറോട്, തായ്ലൻഡിലെ ഡോക്ടറോട് ഈ ആയത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പം, വിശുദ്ധ ഖുർആന്റെ ആയത്ത് അയാൾ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോയല്ലോ, അതെ, നമുക്കറിയാലോ, നമ്മുടെ തൊലിയാണ് വേദന അറിയുന്നത്. തൊലി കരിഞ്ഞു പോയാൽ, കത്തിപ്പോയാൽ, മൊത്തം തൊലി കത്തിപ്പോയാൽ വേദന ഉണ്ടാവൂല. അപ്പൊ ഇസ്തിരിപ്പെട്ടിയോണ്ടോ മറ്റോ പൊള്ളുമ്പം പുറത്ത് തൊലി ഉണ്ടായിട്ടാണ്, ബൈക്കിന്റെ സ്റ്റൈലൻസറിൽ പൊള്ളുമ്പോ നമുക്ക് പുറത്ത് തൊലി ഉണ്ടായിട്ടാണ് വേദന. ആ തൊലി പൂർണ്ണമായി കത്തിയാൽ വേദനയേ ഉണ്ടാവൂല എന്ന് തെളിയിച്ച തായ്ലൻഡ് ഡോക്ടർക്ക് ഈ ഖുർആന്റെ ആയത്ത് കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, നരകം സത്യമാണ്, എനിക്ക് മുമ്പ് ആരുത് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് നരകവും സ്വർഗവും സത്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ ഡോക്ടർ മുസ്ലിം ആകുകയാണ്. അതെ, ആയത്ത് നമ്മൾ കാണുകയാണ് അല്ലെ, തൊലി കരിഞ്ഞു പോകുമ്പോഴൊക്കെ വീണ്ടും തൊലി നൽകും, അവർക്ക് വേദനയുണ്ടാകാൻ എന്ന് മദ്രസയിൽ നിന്ന് പഠിക്കുമ്പം നമുക്കത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ ഈ ആയത്തോ സൂറത്ത് നിസായിലെ പിന്നെ 56-ാമത്തെ ആയത്തിലൂടെ നമ്മളെ കൃത്യമായി ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുക. ഇങ്ങനെ എന്തൊക്കെ അയക്സബുൽ ഇൻസാനു അയ്യുത്രക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ വിട്ടേക്കുമെന്ന്? അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്രത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ? അതെ, ലക്ഷക്കണക്കിന് ബീജഗണങ്ങളിലെ ഒരു പ്രാവശ്യത്തെ ഇന്ദ്രിയം പുറത്തേക്ക് വരുമ്പോൾ ലക്ഷക്കണക്കിന് ബീജാണുക്കൾ, അതിലെ ഒരു കണമായിരുന്നു ഞാനും നിങ്ങളുമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ, അത്ര ചെറിയൊരു കണം. എന്നിട്ട് അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി. ആ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയ ആ ഫീ ഖറാറി മഖീൻ, ഭദ്രമായ ആ ഗർഭാശയത്തിൽ നിന്ന് അവരെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുകയും എന്നിട്ട് ഫജഅല മിൻഹു
സൗജൈനി ദക്കറ വൽ ഉൻസ, ആണും പെണ്ണുമാകുന്ന ഇണകളാക്കി അവനെ നാം സൃഷ്ടിച്ചു. അതൊക്കെ ഈ ബീജാണുവെന്നാണ്. എക്സും വഴിയും ആ ആണും പെണ്ണും അത് പുരുഷന്റെ ബീജാണുവെന്നാണെന്ന് തെളിയിക്കപ്പെടുന്ന അതൊക്കെ നമുക്ക് ഇന്ന് ബോധ്യമായിട്ടും ഇത്ര അജയ്യമായി ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പം അതേ ആരോടും തുറന്ന് കാണിച്ചു കൊടുക്കാൻ വിശുദ്ധ ഖുർആന്റെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പം അയക്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ബല, അതേ, ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനായിരിക്കെ ആധാരത്തിന് ഒപ്പുവെക്കാൻ തുടങ്ങിയിട്ട്, വിദഗ്ധ കള്ളൻ ചുമലിൽ കൈവച്ചാൽ അതുപോലത്തെ ഒരു കൈയില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് 300 കൊല്ലം അത്രല്ലേ പഴക്കമുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ അന്ന് പറയാണ്, മനുഷ്യ നിന്റെ ഓരോ വിരൽത്തുമ്പോഴും വ്യത്യസ്തമായി സൃഷ്ടിച്ചത് ഇതൊരു ശാസ്ത്രീയ സത്യം നമ്മളെ പഠിപ്പിക്കാനല്ല, മറിച്ച് അത്രയും കോടാനുകോടി മനുഷ്യന്മാർ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ജനിക്കാനുള്ളവരും, ഒരാളെപ്പോലും വിരൽ മറ്റൊരാളെപ്പോലെ ആവില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പം, ശാസ്ത്രീയ ഇത് തെളിയിക്കുമ്പം ഒരു ശാസ്ത്രീയ സത്യം പഠിപ്പിക്കാനല്ല, മറിച്ച് ഇതെന്തിനാണെന്ന് പറഞ്ഞത്, ഇതേ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ എല്ലുകളെ നാം മരിച്ച് മണ്ണായി മണ്ണിൽ ലയിച്ച് ദ്രവിച്ച്, അതുകൊണ്ടാണല്ലോ നമ്മൾ മറമാടുന്ന സെമിത്തേരിയും ചുടലപ്പറമ്പും ശ്മശാനവും പള്ളിപ്പറമ്പും ഒന്നും അറിയാത്തെന്തുകൊണ്ടാ? ഒരു 50-60 കൊല്ലം കഴിയുമ്പോൾ അടുത്ത ആളാടെ വെക്കും. അതേ, ഒക്കെ മണ്ണായി പോയി. അങ്ങനെ ആയിട്ട് അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഗണിച്ചു പോയോ? ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽത്തുമ്പോൾ ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. നോക്കൂ നിങ്ങൾ, എത്ര വ്യത്യാസം ഓരോരുത്തരെയും തിരിച്ചറിയാൻ. എന്തിനേറെ നമ്മുടെയൊക്കെ വിയർപ്പ് വ്യത്യാസം. എന്റെ മണമല്ല നമ്മൾ ഓരോരുത്തർക്കും. അതുകൊണ്ടല്ല പോലീസിനായ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മളെ കണ്ണ് എയർപോർട്ടിൽ ഓരോരുത്തർക്കും വ്യത്യാസം. എന്തൊക്കെ വ്യത്യാസം, എല്ലാം വ്യത്യസ്തം. നമ്മുടെ മുടി, ഈ ജുമാക്കൂടി എല്ലാവരുടെയും മുടി ഒന്നായിട്ട് കളഞ്ഞു. എല്ലാവർക്കും കൂട്ടിക്കുഴച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ മുടി, ആ തൊഴിഞ്ഞു പോയൊരു മുടിയെന്ന് നമ്മൾ അറിയാൻ ഒരു DNA ടെസ്റ്റ് കൊണ്ട് സാധിക്കുമെങ്കിൽ, മനുഷ്യ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ, ഇനിയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രയാസമുണ്ടാവില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കാനാണല്ലോ ഇതെല്ലാം. എന്നിട്ട് ഇതിന്റെ അനുയായികളായ നമ്മൾ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള നമ്മൾ അത് നിർണയിക്കാതെ പോയാൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഗൗരവമേറി ചിന്തിക്കണം. ഇന്നലെ എന്റെ അടുത്തേക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനിയന്റെയും മക്കളെ 2 രക്ഷിതാക്കൾ, ഉമ്മയും ഉപ്പയും കൊണ്ടുവരും. ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നെങ്കിൽ സംശയമുണ്ട്. തിരിച്ചറിയണം, എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെന്ന് അറിയണം. അതിനെന്താണ് വഴി എന്നാണ് അവരുടെ ചോദ്യം. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്തോളി, ഞങ്ങൾ ഉപയോഗിക്കണില്ല. ഇവര് പറഞ്ഞു, ഇവരുടെ സിഗരറ്റ് കിട്ടി, പലതും ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് ഉറപ്പില്ല, അതുകൊണ്ട് അറിയണം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പറയുന്ന ആളുകൾ, അതെ, ഏട്ടന്റെയും അനിയന്റെയും മക്കളാണ്, 2 മാതാപിതാക്കളാ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എപ്പോഴാണ് ഈ കുട്ടി ഉറങ്ങാറുള്ളത്? ഒരു 2 മണി 1 മണിയൊക്കെ ആവും. എപ്പോഴാണ് ഉണരല്? സ്കൂളിൽ നിന്ന് 8 മണിക്ക് ഉണരല്, അല്ലെങ്കിൽ 10-11 മണിയാവും. 2 മക്കൾ. അപ്പൊ ആ കുട്ടിയുടെ അഡിഷനാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളി. തോനെ ചെക്കിങ്ങിന് പോണ്ട. നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഈ കുട്ടിയുടെ പിതാക്കൾ സുബൈക്ക് പള്ളിയിൽ പോകാറുണ്ടോ ചോദിച്ചു. ഇല്ല. ആ ഉമ്മമാരുടെ ഡ്രസ്സ് ഇസ്ലാമികമല്ല. അതെ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് ബോധ്യമാകാണ് ഇതിനൊക്കെ പരിഹാരത്തിന് എന്തേ ഉള്ളൂ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. കുട്ടികളും നമ്മളുമൊക്കെ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ഇസ്ലാമിന്റെ ഡ്രസ്സ് ധരിക്കുക. നോക്കിങ്ങള്, ബാക്കിയുള്ളൊക്കെ റെഡിയാണ്. ഇപ്പോ നഴ്സുമാര് ആശുപത്രിയിലേക്ക് വെള്ള വസ്ത്രം ധരിച്ച് പോണെന്ന് പറഞ്ഞാൽ
എല്ലാ നഴ്സുമാരും ആ കോട്ട് വെള്ള വസ്ത്രം ധരിച്ചിട്ട് നഴ്സും ഡോക്ടറൊക്കെ പോണത് അല്ലേ? അഡ്വക്കേറ്റുമാർ ആ കോട്ട് കയറുമ്പോൾ കറുത്ത കോട്ടിനെന്ന് പറഞ്ഞാൽ അതെ, എല്ലാ അഡ്വക്കേറ്റുമാരും ആ കോട്ട് ഇട്ടിട്ടാണ് പോണത് അല്ലേ? പോലീസുകാരുടെ യൂണിഫോം ധരിച്ചിട്ടാണ് പോണത്. ഓരോ ഷോപ്പിംഗ് മാളിലും, നമ്മളെ ഈ മഞ്ചേരിയിലുള്ള ഷോപ്പിംഗ് മാളില് അതെ, അവിടുത്തെ ആ മാളിലുള്ള അവിടുത്തെ സ്റ്റാഫ് അവരുടേതായ യൂണിഫോം ധരിക്കുന്നുണ്ട്. സ്കൂളിലെ കുട്ടികൾ അവരെന്ത് ചെയ്യുന്നു? അവരുടേതായ യൂണിഫോം ധരിക്കുന്നു. നഴ്സറി കുട്ടിക്ക് വരെ യൂണിഫോമും ടൈയും കെട്ടിക്കൊടുത്ത് നമ്മൾ വിടുന്നുണ്ട്. എന്നാൽ നമ്മെ സൃഷ്ടിച്ച ഈ ബീജാണുവെന്ന് നമുക്ക് ജന്മം നൽകിയ സിട്ടാവായ പടച്ചോൻ ഹോസ്പിറ്റൽ നിയമവും ട്രാഫിക് നിയമവും മാനേജ്മെന്റ് നിയമവും സ്കൂളിലെ നിയമവും എല്ലാം അംഗീകരിക്കും. നമ്മൾ സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, ഒരു പെണ്ണ് മുഖമക്കര കൊണ്ട് കുപ്പായ മാറുകൾക്ക് മീതെ താഴ്ത്തിയിട്ടിട്ട് പുറത്തേക്ക് പോകാവൂ. ഇസ്ലാമിൽ നമസ്കാര കുപ്പായ എന്ന് പറഞ്ഞൊരു കുപ്പായില്ലല്ലോ. അതെ, ഒരാണായാലും പെണ്ണായാലും നിസ്കരിക്കാൻ പറ്റിയ രീതിയിലല്ലാതെ പുറത്തേക്ക് പോകരുത്. ഇത് പഠിക്കാത്ത ആരാ? ഏത് മദ്രസയായാലും, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഏത് മദ്രസയായാലും അവിടുന്ന് ആർക്കതറിയാത്തത്? മുഖവും മുൻകൈയൊഴിച്ച് ബാക്കി മറക്കണം. ഒരു പെണ്ണെന്ന് പഠിക്കാത്ത ഏത് മുസ്ലിമാണ്ടാകുക. എന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം അത് പറഞ്ഞു കൊടുക്കാൻ പല പണ്ഡിതരും മടിക്കുന്നു. പല സാധാരണക്കാരും നമ്മുടെ കുട്ടികളെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ മടിക്കുന്നു. അവിടെയാണ് ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും. ഇത് പറയാതെ പോയാൽ അതിന്റെ ശിക്ഷയുടെ ആഘാതം നമ്മൾ മനസ്സിലാക്കേണ്ടതും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗൗരവം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തെറ്റുകൊണ്ട് പറയാതെ പോയാൽ, അതെ, യൗമുസ് സബ്ത്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്ന് ബനി ഇസ്രായേൽക്കാരോട് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? അവരൊരു ടീം പിടിക്കാതിരിക്കുമ്പം മറ്റൊരു ടീം അതിനെങ്ങനെ തടഞ്ഞു വെച്ച് എന്ത് ചെയ്തു? അവരിങ്ങനെ വലിയതൊക്കെ കെട്ടിയുണ്ടാക്കി പിടിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ കെട്ടിവെച്ചിട്ട് നാളെ അവർക്ക് തടഞ്ഞു വെച്ചിട്ട് നാളെ പിടിക്കാം എന്ന് പറഞ്ഞു. അതെ, ഒരു ടീം തടഞ്ഞു വെച്ചു, മറ്റേ ടീം അത് പിടിക്കാൻ പറ്റില്ല, ശക്തമായി അത് പിടിക്കാൻ തുല്യാണ്, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോ മൂന്നാമത്തെ ടീം വന്നു. എന്താ? അവരെന്താ ചായിക്കോട്ടെ, പിടിക്കാതിരിക്കാൻ നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണത് എന്ന് ചോദിച്ചിട്ട് ഒരു നല്ല ആൾക്കാരായി. ഏകദേശം കുറെ ആൾക്കാർ ഇപ്പൊ അങ്ങനെയുള്ളത്, നമ്മളൊന്നിനുമില്ല എന്ന് പറയാം, എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തിനാ അതിന് വർത്താനം പറഞ്ഞ് നമുക്കൊരു ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന നിലക്ക് ഖുർആൻ നമുക്ക് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ നല്ല ആൾക്കാരായി ചമഞ്ഞവർ, അവരെയും ഈ പിടിച്ചവരെയും കുരങ്ങന്മാരാക്കി അള്ള മാറ്റി എന്ന് പറയുമ്പം നമ്മളൊക്കെ ആരാകും ഇത് പറയാതിരുന്നത്? ഗൗരവോർത്ത് ഓരോ സന്ദർഭത്തിലും ഇടപെട്ട് പറയേണ്ടടുത്ത് പറയാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ സദാ ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. സത്യവിശ്വാസികൾക്ക് ദുനിയാവ് ഒരു ജയിൽ പോലെയാണ് അനുഭവപ്പെടുക. ഒരു ജയിലാണ് സത്യവിശ്വാസികൾ ദുനിയാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിശ്വാസികൾക്ക് ജന്നത്തുൽ കാഫിർ, അവിശ്വാസികൾക്ക് സ്വർഗമാണ്. ഒന്നും നോക്കണ്ട, എങ്ങനെ ആയിക്കോട്ടെ. ഈ ഒരു മൈൻഡിലാണ് അവിശ്വാസികളുണ്ട്. നമ്മളെതിലാ പെടുക എന്ന് ആലോചിച്ചാൽ,
നമ്മളിങ്ങനത്തെ ഓരോ പ്രശ്നം വരുമ്പം എങ്ങനെയാണ് നമ്മുടെ നിലപാടും സ്റ്റാൻഡും എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അതായത് അവിശ്വാസികൾക്ക് ഒന്നും പ്രശ്നമല്ല. നമ്മളെ കുട്ടി, ഇന്നൊരു പെൺകുട്ടിയുടെ ഡ്രസ്സിന്റെ രീതി എങ്ങനെ, ആണുങ്ങൾക്ക് നെരിയാണിക്ക് താഴോട്ട് പോകരുത് നമുക്കറിയാം, അവിടെ ഒരു ഗൗരവമല്ല. ഒരു പെൺകുട്ടി ഡ്രസ്സോ അവരെ പാൻ്റൊക്കെ കയറ്റി അവരെ കാലൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ന് പല കുട്ടികളും കോളേജിലേക്കും സ്കൂൾക്കും പോകുന്നത്. അതാണ് അങ്ങനെ ഓരോന്നിടത്തും അത് പറയേണ്ടത് ആരാ? രക്ഷിതാക്കളായ നമ്മളാണ്. അതെ, ഒരുപാട് ആളുകൾ നന്നായി വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ നേരെ പോകുന്നുണ്ട്, പക്ഷെ പോകാത്ത കുറെ ആളുകളുണ്ട്. അവരോട് അവരുടെ രക്ഷിതാക്കൾ പറയണ്ടേ, മോളെ ഇത് പാടില്ല, നിന്റെ നെരിയാണിക്ക് മോൾക്ക് ഒരാളിന് നിന്റെ കാലൊരാൾ കാണാൻ പാടില്ല, അത് കാണേണ്ട ലിസ്റ്റ് ഖുർആൻ പറഞ്ഞു തന്നുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവരുത് മോളെ എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അതെ, അത് പറയേണ്ടടുത്ത് പറയേണ്ട നമ്മൾ പറയാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഗൗരവമായി കാണും അങ്ങനെ ഓരോന്നും. അതുകൊണ്ട് അങ്ങനെ ഒരു അവിശ്വാസിക്ക് ഇതൊന്നും നോക്കേണ്ടതില്ല. ജന്നത്തുൽ കാഫിർ, അവിശ്വാസിയുടെ സ്വർഗമാണ് ദുനിയാവ്. എന്നാൽ വിശ്വാസിക്കോ തീക്കണലിൽ നിൽക്കും പോലെ, അതെ, തീക്കട്ട കൈ പിടിച്ചവനെ പോലെ ഇങ്ങനെയൊക്കെ ആവേണ്ടി വരും. നല്ല പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് പറയാതിരിക്കാൻ പാടില്ല. വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിന് നേരെ വന്നുകൊണ്ടേയിരിക്കും ഓരോന്നും. എന്നാൽ ഇവരൊക്കെ മുട്ടുമടക്കുന്ന ധാരാളം രംഗങ്ങൾ ഖുർആന്റെ ആയത്തിലൂടെ ഇങ്ങനെ പോകുമ്പം, ഹദീസുകൾ വിശദീകരിച്ചു കൊടുക്കുമ്പം ആളുകൾക്ക് ബോധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കാഴ്ചയും നമ്മൾ കാണുകയാണ്. ഓരോ ഇഷ്യൂ വരുമ്പോഴും ആ ഇഷ്യൂസിലെല്ലാം ആളുകൾക്ക് യഥാർത്ഥ ദീൻ പഠിക്കാൻ ഉള്ള അവസരങ്ങൾ ധാരാളമായി ഉണ്ടാകുകയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും. ഇപ്പൊ കൊറോണ വന്നപ്പോ നമ്മൾ ആ സാനിറ്റൈസർ വെച്ച് കൈ കഴുകിയ രീതി, എല്ലായിടത്തും ടാപ്പ് വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, കൈയിന്റെ എല്ലാ ഇടയും കഴുകി, കൃത്യമായിട്ട് കഴുകി. എങ്ങനെ? നമ്മൾ ഉദു എടുക്കും പോലെ. ഇതൊരു മുസ്ലിമിന് 5 നേരം ഇങ്ങനെ കഴിയും പോരെ, കാലിന്റെ ഇടയും കഴുകണം എന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം. ഇത് കണ്ട ആൾക്കാർ മുസ്ലിങ്ങളായ ധാരാളം പേരുണ്ട് ഈ ഒരു കൊറോണ വന്നിട്ട്. അങ്ങനെ ഓരോ ഇഷ്യൂ വന്നപ്പോഴും, ഇവിടെ കഴിഞ്ഞു പോയ ഏത് ഇഷ്യൂ വന്നപ്പോഴും അവിടെയൊക്കെ ഇസ്ലാമിനെ പഠിച്ചു ആളുകൾ. എന്തിനേറെ, ഒരു പെണ്ണിനെ, ഒരു അന്യ സ്ത്രീയെ നോക്കുന്നിടത്ത് പോലും, അതെ, കുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം, ഗുഹ്യാവങ്ങൾ കാസൂക്ഷിക്കണം, അതവർക്ക് പരിശുദ്ധമായതാണ് എന്ന് സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്ത്. 31-ാമത്തെ ആയത്ത് വീണ്ടും മുഅ്മിനാത്തി, സത്യവിശ്വാസികളോടും പറയണം, അവരുടെ ദൃഷ്ടി താഴ്ത്തണം, ഗുഹ്യാവൻ കാസൂക്ഷിക്കണം, അവരുടെ ഭംഗിന്ന് പ്രത്യക്ഷമായത് വെച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കണം, അവരെ മുഖമക്കന ബിഹംദിന അലാജീവിനെ പായമാർക്കും ഇതേ താഴ്ത്തിയിട്ട് കൊള്ളണം. എന്നിട്ട് ലിസ്റ്റ് പറയണം. ഒരു ഭർത്താവ്, അങ്ങനെ പിതാവ്, ആങ്ങള, പെങ്ങള്, ഇങ്ങനെ തുടങ്ങി അതിന്റെ അപ്പുറത്തേക്ക്, അതേ, മുസ്ലിങ്ങളുടെ സ്ത്രീകൾ, പിന്നെ അതേപോലെ ലൈംഗിക ഇതൊന്നും അറിയാത്ത ചെറിയ കുട്ടികൾ, അങ്ങനത്തെ അവരുടെ ആ ലിസ്റ്റിന്റെ അപ്പുറത്തേക്ക് അവരുടെ ഭംഗി അവർ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അവർ കാലിട്ടടിക്കരുത്, പാദസരക്ക് കുലുക്കി നടക്കരുത്, അതൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആണ് പെണ്ണിനെ കണ്ടാലും പെണ്ണാണിനെ കണ്ടാലും താഴോട്ട് നോക്കണം. അതെ, കോടതി വിധി വന്നു 14 സെക്കൻഡ് നോക്കിയാൽ എന്തായി? അത് ശിക്ഷാർഹമാണ്. നോക്കിയാൽ ഖുർആൻ എന്ന് പറഞ്ഞതൊക്കെ ഓരോന്നെടുത്തു. എന്നിട്ട് ഇത്രയും നല്ല ഒരു അജയ്യമായ ഈ ഇസ്ലാം നമ്മുടെ കയ്യിലുണ്ടായിട്ട് ഇത് തുറന്ന് കാട്ടേണ്ട നമ്മൾ, അതെ, അത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണം, അതിന്റെ ഭാഗമായിട്ടാണ് ഡയലോഗ്. ഇതാ നാളെ അരീക്കോട് 4 മണി മുതൽ, അസ്ർ നമസ്കാരം കഴിഞ്ഞ ഉടനെ മുതൽ തുടങ്ങാണ് 10 മണി വരെ. ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതെ, പലരും ഇത് കൃത്യമായി തുറന്ന് പറയാൻ മടിക്കുമ്പം, പണ്ഡിതർ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിസമ്മതം കാണിക്കുമ്പോൾ ഇതാ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. കുടുംബസമേതം ഈ ജുമാഅത്ത് ഖുത്ബ കേൾക്കുന്ന എല്ലാവരും ഇതൊക്കെ പോയി കേൾക്കണം സഹോദരങ്ങളെ. യഥാർത്ഥ ദീൻ
പഠിക്കുകയും അത് നമ്മുടെ കുടുംബത്തിൽ പ്രചരിപ്പിക്കുകയും തെറ്റിദ്ധാരണകൾ അകറ്റിക്കൊടുക്കുകയും തെറ്റിദ്ധരിച്ചവരെ നേരിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള കരുത്തും നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുത്താലേ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ സാധ്യമാകുള്ളൂ. അങ്ങനത്തെ ഒരു ഉമ്മത്താകാൻ നമുക്ക് കഴിയണം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഖൈറ ഉമ്മ, ഖൈറ ഉമ്മത്താണ് നമ്മൾ. അത് എന്തുകൊണ്ടതായത് തഅ്മുറുൽ മഅറൂഫ് വതൻഹൗനൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഖൈറ ഉമ്മത്ത്. നമ്മൾ അതില്ലെങ്കിൽ ഈ ഉമ്മത്ത് ഖൈറ ഉമ്മത്താവൂല. അതുകൊണ്ട് നമ്മൾ ഈ ഡ്യൂട്ടി നിർവഹിക്കണം. വസ്ത്രം അലക്കുന്നത് വസ്ത്രത്തിൽ അഴുക്ക് പോകാനാണെങ്കിൽ ആ അലക്കുമ്പോൾ നമ്മുടെ കൈയും വെളുക്കുന്നത് പോലെ ഈ ഡ്യൂട്ടി നിർവഹിക്കും നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും. ഇത് ബോധ്യപ്പെട്ട് അവർക്ക് കൃത്യമായി തെറ്റിദ്ധാരണകൾ മാറാനും യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കാനും സഹായകമാകും എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. എന്ത് പടച്ചോൻ, എന്ത് പരലോകം എന്നൊക്കെ ചോദിച്ച് ആ നിലക്ക് നടക്കുന്നവരൊക്കെ നിസ്സഹായമാകുന്ന ഒരവസ്ഥയാണല്ലോ മരണം. അതെ, പടച്ചോല്ല പരലോകമല്ല എന്ന് പറയുന്ന ഡോക്ടർമാർ വരെ ആ ഐസിയുന്ന് അവസാനം ആ പൾസൊക്കെ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരുമ്പം ഈ പടച്ചോല് വിശ്വാസമില്ലാതെ ഡോക്ടർക്ക് ഒരു വരവുണ്ട്, ഇനി ദൈവത്തോട് പറഞ്ഞോളൂ ഞങ്ങളത് കഴിഞ്ഞെന്ന്. അതെ, ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. എല്ലാ അവയവവും അവിടെ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അള്ളാന്റെ ഒരു വെല്ലുവിളിയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഉൽഖൂം, ജീവൻ തൊണ്ടക്കുയെത്തുമ്പം പടച്ചോല്ല പരലോകല്ല എന്ന് പറഞ്ഞ അള്ളാഹു വെല്ലുവിളിക്കാണ്. സൂറത്ത് വാഖിയിൽ വഅൻതും ഫീഇൻ തൻറുൻ, നിങ്ങളെല്ലാരും ചുറ്റുങ്ങനെ നോക്കി നിൽക്കുമ്പം വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ഞാനാകട്ടെ നിങ്ങളെക്കാൾ സമീപസ്ഥനായിട്ട് ഈ മരിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനിൻ, ഇനിതാ പ്രതിഫല നടപടിക്ക് വിധേയരല്ല എങ്കിൽ മരിച്ചിട്ടൊരു ജീവിതമില്ല എന്നാണ് നിങ്ങളെ വെപ്പെങ്കിൽ തർജഊനഹ ഇൻ കുൻതും സാദിഖീൻ, ഒന്ന് മടക്കിയെടുക്കണോ ഈ മരിക്കുന്ന മനുഷ്യനെ? സാധ്യമാണോ? അള്ളാന്റെ വെല്ലുവിളിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട് നമ്മൾ തിന്മക്കെതിരെ പറയേണ്ടടുത്ത് പറയാൻ, തടയേണ്ടടുത്ത് തടയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതീവ ഗൗരവമായ ശിക്ഷ പതിയിരിക്കുന്നുണ്ട് നമ്മുടെ മരണശേഷം ഖബറിലും പരലോകത്തും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ ഡ്യൂട്ടി നിർവഹിക്കാൻ നമ്മളൊക്കെ സന്നദ്ധമാകണം. ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തുസൂക്ഷിച്ച് അത് ഉൾക്കൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്ന ഒട്ടനവധി രോഗികൾ, ഒരുപാട് പേര് ഓരോ ജുമഅക്കും പ്രാർത്ഥിക്കണേ എന്ന് ആവശ്യപ്പെടുന്നവർ, അള്ളാഹു അവർക്കെല്ലാം രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി മറ്റൊക്കെ പ്രയാസപ്പെടുന്ന അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ ലോകത്തിന് വിട പറയുമ്പം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ട് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഇസ്സത്ത് മരണം വരെ ആരുടെ മുമ്പിലും തുറന്നു പറഞ്ഞ് ആ രംഗത്ത് ശക്തമായി നിലകൊണ്ട് അങ്ങനെ ഈ ലോകത്തിന് അള്ളാന്റെ മാർഗത്തിൽ പറഞ്ഞ് പ്രവർത്തിച്ച് മരിക്കുന്ന സമയത്ത് നെറ്റിന്ന് വല്ലാഹു യദുഇല ദാരിസ്സലാം, ആ വിയർപ്പോടുകൂടി അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തേക്ക് വിളിക്കുന്നുള്ള വിളികേട്ട്, സ്വർഗത്തിന്റെ വിളികേട്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മുഫ്രിൽ
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب